ഇത് നമുക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് കയറി അടിക്കാൻ പറ്റുന്ന പോസ്റ്റാണ്. നോക്കാം, വലിയ പരീക്ഷയാണ്. 6 വേക്കൻസി ആകുമ്പോഴത്തേക്ക് എത്രടാ? 15 പേരെ വെച്ചുകൊണ്ട് എത്ര പേരുടെ ലിസ്റ്റ് ഇടും? അപ്പോൾ അവിടെ ഒരു കിടിലം വലിയ ലിസ്റ്റ് ആയിരിക്കും വരാൻ പോകുന്നത് അല്ലേ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ CSEBയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സുപ്രധാനമായ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ഈ മാസം ജൂൺ 30-ാം തീയതി വരെയാണ് നമ്മുടെ അവസാന തീയതി വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് അപേക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച പരീക്ഷയും കൂടെ എല്ലാം കൂടെ കോയിൻസൈഡ് ചെയ്ത് വരികയാണല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാ മാസവും ഇപ്പോൾ ഈ ഒരു ജൂണിലെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ വരാനിരിക്കുന്ന പരീക്ഷ ജൂലൈയിലെ പരീക്ഷ കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ കൂടെ തന്നെ മിക്കവാറും ഒറ്റ മാസത്തെ ഇടവേളയിൽ തന്നെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ പരീക്ഷ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത നോട്ടിഫിക്കേഷൻ ഇങ്ങനെ നിരന്തരമായിട്ട് ചങ്ങല പോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് ഏതൊക്കെ സ്ഥലത്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി പോകാം മക്കളെ. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം കൃത്യമായിട്ട് കണ്ടു കാണും. 15/2026 കാറ്റഗറി നമ്പർ, വിജ്ഞാപന തീയതി 30/5/2026. അതുപോലെ അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതി എന്ന് പറയുമ്പോൾ 30/6/2026 അപ്പോൾ അതുപോലെ പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെയാണ് നമുക്കിപ്പോൾ നിലവിൽ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഒരു സംശയമില്ല, നിങ്ങൾ എല്ലാവരും ഓൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയെന്ന് കരുതുന്നു. പൂർത്തിയാക്കാത്തവർ കൃത്യമായിട്ടത് പൂർത്തിയാക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാറ്റഗറി നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് 15/2026 സെക്രട്ടറിയാണ്. സെക്രട്ടറി ശ്രദ്ധിക്കൂ, വിദ്യാഭ്യാസ യോഗ്യത എല്ലാം നിങ്ങൾക്ക് അറിയാം, ഞാൻ അതൊന്നും ഡീറ്റെയിൽ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മളിപ്പോൾ എന്തായാലും CSEBക്ക് വേണ്ടി പഠിക്കുകയാണല്ലേ, പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സെക്രട്ടറി അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ് ഇതേപോലുള്ള ഉയർന്ന പോസ്റ്റുകൾ നിങ്ങൾ ലക്ഷ്യമിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും സംശയം ഉണ്ടാകുന്നത് എന്താണ് മക്കളെ, വേക്കൻസി എണ്ണം കുറവാണല്ലേ, വേക്കൻസി കുറവല്ലേ? ഒരിക്കലും അല്ല. നിങ്ങൾ മനസ്സിലാക്കുക, വേക്കൻസി എണ്ണം മാത്രം. അതായത് നമുക്കിപ്പോൾ മിക്കവാറും നമ്മളിപ്പോൾ CSEBക്ക് വേണ്ടി പഠിക്കുമ്പോഴത്തേക്കും പല ബാങ്കിലും ഒരു വേക്കൻസി ഉള്ള സ്ഥലത്തേക്കായി നമ്മൾ അപേക്ഷ കൊടുക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ മാത്രം ചിന്തിക്കുക. ഇവിടെ സെക്രട്ടറി ആവട്ടെ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ആവട്ടെ ചീഫ് അക്കൗണ്ടന്റ് ആവട്ടെ, അതൊക്കെ ഒരു ബാങ്കിൽ ഒരു വേക്കൻസി. അപ്പോൾ മറ്റുള്ള CSEBയിൽ നമ്മൾ അപേക്ഷിക്കുമ്പോഴത്തേക്കും ഒരു ബാങ്കിൽ ഒരു വേക്കൻസി ഉള്ളത് പോലെ തന്നെയല്ലേ ഇവിടെ എഫക്റ്റ് ആവുക. അത്രേ ഉള്ളൂ, അത്ര മാത്രം മനസ്സിലാക്കുക. അത് മാത്രമാണ് നമ്മൾ മനസ്സിലിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കാം, തിരുവനന്തപുരം ജില്ലാ ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് സഹകരണ സംഘത്തിലേക്ക് നമുക്ക് സെക്രട്ടറി ഒരു വേക്കൻസിയാണ്, അത് ജനറൽ ആണ്. മൊത്തം 3 ജനറൽ വേക്കൻസി വന്നിരിക്കുന്നത് കേട്ടോ. അത് മഹാത്മാഗാന്ധി MG യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സഹകരണ സംഘം കോട്ടയം ഒരു വേക്കൻസി, പാലക്കാട് ജില്ലാ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സഹകരണ സംഘത്തിലേക്ക് നമുക്ക് ഒരു വേക്കൻസി. ഇത്രയാണ് നമുക്ക് സെക്രട്ടറി വേക്കൻസി വന്നിട്ടുള്ളത്. അതുപോലെ അടുത്തതാണ് അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ്. ഇത് നമുക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് കയറി അടിക്കാൻ പറ്റുന്ന പോസ്റ്റാണ്. നോക്കാം, 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. രണ്ടും ജനറൽ ഉള്ള വേക്കൻസിയാണ്. പൂയപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് കൊട്ടാരക്കര കൊല്ലം അസിസ്റ്റന്റ് സെക്രട്ടറി ഒരു വേക്കൻസി വന്നിട്ട്, കൊല്ലംകാരെ വിട്ടുകളയരുത്, കട്ടക്ക് പഠിച്ചോ. അതുപോലെ കണ്ണൂർ പാപ്പിനിശ്ശേരി സഹകരണ റൂറൽ ബാങ്കിലും നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ചീഫ് അക്കൗണ്ടന്റിന്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്കിനി അടുത്ത് വരുന്നത് എന്താണ്, ജൂനിയർ ക്ലാർക്ക്. സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്കുള്ള ജൂനിയർ ക്ലാർക്ക് വേക്കൻസികളാണ് വരാൻ പോകുന്നത്. സൂപ്പർ ഗ്രേഡ് വിട്ടുകളയരുത് മക്കളെ, ശ്രദ്ധിക്കൂ. പൊൻകുന്നം സർവീസ് സഹകരണ ബാങ്ക് കോട്ടയം നമുക്ക് ജൂനിയർ ക്ലർക്ക് 3 വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഒറ്റ ബാങ്കിലേക്ക്. അതിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വേക്കൻസിയും ജനറലിന് 2 വേക്കൻസിയാണ് വരുന്നത്. അതുപോലെ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് എറണാകുളം ജൂനിയർ ക്ലർക്ക് 3 വേക്കൻസിയിൽ ജനറൽ 2ഉം ഭിന്നശേഷിക്കാർക്ക് 1 അതുപോലെ സെൻട്രൽ സർവീസസ് കോപ്പറേറ്റ് സൊസൈറ്റി എറണാകുളം ജൂനിയർ ക്ലർക്ക് 3 വേക്കൻസി, 3ഉം ജനറൽ ലൈനാണ് പോയിരിക്കുന്നത്. അതുപോലെ തൃശൂർ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് എംപ്ലോയീസ് കോപ്പറേറ്റ് സൊസൈറ്റിയിൽ 2 വേക്കൻസിയാണ്, അതും 3ഉം ജനറൽ വിഭാഗത്തിനാണ് പോകുന്നത്. അതുപോലെ വരടിയം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് തൃശ്ശൂർ 4 വേക്കൻസി, അതിൽ 1 SC/STക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ജനറൽ വേക്കൻസി എത്ര, 3 ഉണ്ടല്ലേ. അതുപോലെ പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പാലക്കാട് മൊത്തം 3 വേക്കൻസിയും ജനറൽ കാറ്റഗറിക്കാണ് പോകുന്നത്. അതുപോലെ പോരൂർ സർവീസ് സഹകരണ ബാങ്ക് ജനറൽ കാറ്റഗറിക്ക് ഒറ്റ വേക്കൻസി മാത്രമേ ഉള്ളൂ. അതുപോലെ ചേളന്നൂർ സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട് ജൂനിയർക്ക് 5 വേക്കൻസി ഉണ്ട്. 5 വേക്കൻസി ശ്രദ്ധിക്കൂ മക്കളെ, SC/ST 3 വേക്കൻസി അവിടെ. ചേളന്നൂർ ശ്രദ്ധിക്കൂ, കോഴിക്കോട് ചേളന്നൂർ SC/STക്കാർക്ക് 3 വേക്കൻസി നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ SC/STക്കാർ കൃത്യമായിട്ട് അവിടെ കൊടുക്കുക, ഒരു കാരണവശാലും വിട്ടുകളയരുത്. സാധാരണ നമുക്ക് SC/ST മിക്കവാറും ഒരു വേക്കൻസി ഒക്കെയാണ് സാധാരണ നമുക്ക് മാറ്റിവെച്ച രീതിയിൽ വരിക. ഇത് 3 ഒരുമിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 വേക്കൻസിയാണ് ജനറൽ മാറ്റി വെച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അതുപോലെ നന്മണ്ട സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട് മൊത്തം 6 വേക്കൻസി, എല്ലാം ജനറലാണ്. നന്മണ്ട വിട്ടുകളയരുത്. 6 വേക്കൻസി, വലിയ പരീക്ഷയാണ്. 6 വേക്കൻസി ആകുമ്പോഴത്തേക്ക് എത്രടാ, 15 പേരെ വെച്ചുകൊണ്ട് എത്ര പേരുടെ ലിസ്റ്റ് ഇടും? 80ഓളം പേരുടെ ലിസ്റ്റ് ഉണ്ടാവും അല്ലേ, കിടിലൻ ലിസ്റ്റ് ആയിരിക്കും. അതുപോലെ നടക്കുതാഴ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് കോഴിക്കോട് ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി, 2ഉം ജനറലാണ്. അതുപോലെ നീലേശ്വരം സർവീസ് സഹകരണ ബാങ്ക് കാസർഗോഡ് മൊത്തം 5 വേക്കൻസി ഉണ്ട്, അതും ജനറലാണ്. അപ്പോൾ കാസർഗോഡുകാരെ സംബന്ധിച്ചുള്ള സുവർണ്ണ അവസരമാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം, സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്കാണ് 5 വേക്കൻസി വന്നിരിക്കുന്നത് അല്ലേ, നീലേശ്വരം സർവീസ് സഹകരണ ബാങ്കിലേക്ക്. ഓക്കെ അല്ലേ. ഓക്കെ, അതുപോലെ ഇനി അടുത്തതാണ്
സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളിലേക്കാണ്. നോക്കൂ, തിരുവനന്തപുരം ജില്ലാ ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് സഹകരണ സംഘത്തിലേക്ക് മൊത്തം 4 വേക്കൻസി ജനറൽ കാറ്റഗറിയാണ് പോകുന്നത്. അതുപോലെ ക്ലാപ്പന സർവീസ് സഹകരണ ബാങ്ക് കൊല്ലം ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി, രണ്ടും ജനറലാണ്. അതുപോലെ വെളിനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് കൊല്ലം ജൂനിയർ ക്ലർക്ക് 3 വേക്കൻസി, 3ഉം ജനറലാണ്. അതുപോലെ അഞ്ചാലമ്മൂട് സർവീസ് സഹകരണ ബാങ്ക് കൊല്ലം 2 വേക്കൻസിയും ജനറൽ കാറ്റഗറിക്കാണ് പോകുന്നത്. പെരിങ്ങാല സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴ 2 വേക്കൻസിയും ജനറൽ കാറ്റഗറിക്കാണ് പോകുന്നത്. അധ്യാപക അർബൻ സഹകരണ ബാങ്ക് കോട്ടയം 7 വേക്കൻസി ഉണ്ട്. 7 വേക്കൻസി നോക്കണം മക്കളെ. ജൂനിയർ ക്ലർക്ക് മൊത്തം 7 വേക്കൻസിയിൽ SC/STക്ക് 1 വേക്കൻസി മാറ്റി വെച്ചിട്ട് ജനറൽ കാറ്റഗറിക്ക് 6 വേക്കൻസി. അപ്പോൾ അവിടെ ഒരു കിടിലം വലിയ ലിസ്റ്റ് ആയിരിക്കും വരാൻ പോകുന്നത് അല്ലേ. അതുപോലെ ചിരഞ്ചിറ സർവീസ് സഹകരണ ബാങ്ക് കോട്ടയം ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസിയാണ്, രണ്ടും ജനറൽ കാറ്റഗറിക്ക് പോകുന്നു. മീനച്ചിൽ ഈസ്റ്റ് അർബൻ സഹകരണ ബാങ്ക് 5 വേക്കൻസി ഉണ്ട്. അവിടെയും SC/STക്ക് 3 വേക്കൻസി മാറ്റി വെച്ചിട്ടുണ്ട്. 3 വേക്കൻസി ഒറ്റയടിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, ജനറൽ കാറ്റഗറി 2 വേക്കൻസി. ഇനി തേവര അർബൻ സേഴ്സിൽ മൊത്തം 2 വേക്കൻസി, രണ്ടും ജനറൽ കാറ്റഗറിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു അല്ലേ. ഇനി എറണാകുളത്തെ ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി മാത്രമേ ഉള്ളൂ. അതുപോലെ ഇടമലയാർ സർവീസ് സഹകരണ ബാങ്ക് എറണാകുളം 2 വേക്കൻസി, അതിൽ ഭിന്നശേഷിക്കാർക്ക് 1, ജനറൽ കാറ്റഗറിക്ക് 1. സർക്കാർ ജീവനക്കാരുടെ സഹകരണ ബാങ്ക് എറണാകുളം അല്ലെ, എറണാകുളത്തെ ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി ഓപ്പൺ കാറ്റഗറി. അതുപോലെ ആമ്പല്ലൂർ ജനതാ സർവീസ് സഹകരണ ബാങ്ക് 1 വേക്കൻസി ജനറൽ കാറ്റഗറി. മട്ടാഞ്ചേരി സാർവജനിക് സഹകരണ ബാങ്ക് 3 വേക്കൻസി, അതിൽ SC/ST 2 വേക്കൻസിയും ഭിന്നശേഷി 1 വേക്കൻസിയും. നമ്മൾ ഓപ്പൺ കാറ്റഗറി ഉള്ള ആൾക്കാർ മട്ടാഞ്ചേരിക്കാർ അപേക്ഷിക്കേണ്ട കാര്യമല്ല. കാര്യം എന്താണ്, SC/STക്കാർക്ക് വേണ്ടി 2 വേക്കൻസിയും ഭിന്നശേഷിക്കാർക്ക് 1 വേക്കൻസിയും കൃത്യമായി മാറ്റി വെച്ചിരിക്കുന്നു അല്ലേ. ഓക്കെ. അതുപോലെ തായിക്കാട്ടുകര സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എറണാകുളം ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി, അത് കൃത്യമായിട്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. വടക്കേക്കര സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എറണാകുളം ഇഷ്ടം പോലെ വേക്കൻസി ആണല്ലേ ഇപ്പോൾ. ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി, അത് ജനറൽ കാറ്റഗറിയാണ്. അതുപോലെ മുസ്പറ്റ് സർവീസ് സഹകരണ ബാങ്ക് തൃശ്ശൂർ 2 വേക്കൻസി, രണ്ടും ജനറൽ കാറ്റഗറിയാണ്. നെടുപുഴ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് തൃശ്ശൂർ ജൂനിയർ ക്ലർക്ക് മൊത്തം 3 വേക്കൻസി, അത് 3ഉം ജനറൽ കാറ്റഗറിക്ക് പോകുന്നു. അതുപോലെ തിരൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് 5 വേക്കൻസി, ഇതാ പിന്നും വലിയ ലിസ്റ്റ് വന്നിരിക്കുന്നു. എത്രയാണ്? 5 വേക്കൻസി, 5 എണ്ണവും ഒറ്റയടിക്ക് ജനറൽ കാറ്റഗറിക്ക് പോവുകയാണ്. അതുപോലെ പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിലേക്ക് തൃശ്ശൂർ 2 വേക്കൻസി, രണ്ടും ജനറലാണ്. അതുപോലെ കോട്ടപ്പടി സർവീസ് സഹകരണ ബാങ്ക് തൃശ്ശൂർ 2 വേക്കൻസിയാണ്, അതും ജനറൽ കാറ്റഗറി. ഇടതിരിഞ്ഞി സർവീസ് സഹകരണ ബാങ്ക് തൃശ്ശൂർ ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി. ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്ക് തൃശ്ശൂർ 4 വേക്കൻസി ഉണ്ട്, അതിൽ ഭിന്നശേഷി 1 ജനറൽ കാറ്റഗറിക്കാർക്ക് 3. അതുപോലെ കാഞ്ഞിരപ്പുഴ കോഓപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി ജൂനിയർ ക്ലർക്ക് 3 വേക്കൻസിയിൽ SC/STക്കാർക്ക് 1 മാറ്റി വെച്ചിട്ടുണ്ട്, ജനറൽ 2 മാറ്റി വെച്ചിട്ടുണ്ട്. പൂക്കോട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി, ആ 2 ജനറൽ കാറ്റഗറിയാണ്. മാനന്തവാടി നോക്കൂ, മലപ്പുറം കഴിഞ്ഞ് വയനാട് കയറി മാനന്തവാടി ഫാർമേഴ്സ് സഹകരണ സംഘത്തില് ജൂനിയർ ക്ലർക്ക് 4 വേക്കൻസി വന്നിരിക്കുന്നു. 4 വേക്കൻസി. വയനാട് പലപ്പോഴും വേക്കൻസി വളരെ കുറവായിരുന്നു, പക്ഷെ ഇപ്പൊ നോക്ക് 4 വേക്കൻസി ഒരുമിച്ച് വന്നിരിക്കുന്നു. അപ്പൊ നോക്കൂ, വയനാടുള്ള ആൾക്കാർ വളരെ ആത്മാർത്ഥമായിട്ട് എഴുതുക, നിങ്ങൾ കൃത്യമായിട്ട് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. വളരെ സീരിയസ് ആയിട്ട് ഇത്തവണ ചെയ്യുക കേട്ടോ. അതുപോലെ മഠത്തിൽ സർവീസ് സഹകരണ ബാങ്ക് കണ്ണൂർ ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി വന്നിരിക്കുന്നത്. പഴയങ്ങാടി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം കണ്ണൂർ 1 വേക്കൻസി, അതും എല്ലാം ജനറൽ കാറ്റഗറിയാണ്. അതുപോലെ പാട്യം സർവീസ് സഹകരണ ബാങ്ക് പത്തായക്കുന്ന് PO കണ്ണൂർ അല്ലെ, 3 വേക്കൻസി ജനറൽ കാറ്റഗറിയിൽ 3 വേക്കൻസി. കണ്ണൂർ ഇഷ്ടംപോലെ വേക്കൻസി വന്നിട്ടുണ്ട്. ഇനി ക്ലാസ് 2 മുതൽ 7 വരെയുള്ള ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് സഹകരണ സംഘം തിരുവനന്തപുരം 1 വേക്കൻസി ജനറൽ കാറ്റഗറി. കളവങ്കോട് സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴ ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി ജനറൽ കാറ്റഗറി. ഈരാറ്റുപേട്ട എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി ജനറൽ കാറ്റഗറി. ഗവൺമെന്റ് എംപ്ലോയീസ് സഹകരണ സംഘം കോട്ടയം 1 വേക്കൻസി ജനറൽ കാറ്റഗറി. താഴേക്കാട് സർവീസ് സഹകരണ സംഘം തൃശ്ശൂർ ജൂനിയർ ക്ലർക്ക് 3 വേക്കൻസി, SC/ST 1 ജനറൽ 2. അതുപോലെ ചെമ്പ്രാശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി ഓപ്പൺ കാറ്റഗറി. ഏറനാട് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി ഓപ്പൺ കാറ്റഗറി. അപ്പൊ ഇത്രയാണ് നമ്മുടെ വേക്കൻസികൾ ഡീറ്റെയിൽസ്. ബാക്കി വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പ്രായപരിധി നമുക്കറിയാം, 18 വയസ്സ് കൃത്യമായിട്ട് തികഞ്ഞിരിക്കേണ്ടതും അതുപോലെ 40 വയസ്സ് തികയാൻ പാടില്ലാത്തതുമാണ് അല്ലേ. പട്ടികജാതി പട്ടികവർക്കാർക്ക് നമുക്ക് 5 വർഷം ഇളവും, അതുപോലെ OBC-കാർക്കും മുസ്ലിംസിനൊക്കെ നമുക്ക് 3 വർഷം ഇളവും ലഭിക്കുന്നുണ്ട്. അതിനകത്ത് വിമുക്ത ഭടന്മാരും അതുപോലെ EWS-കാർക്കും ആ ഒരു 3 വർഷത്തെ ഇളവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭിന്നശേഷിക്കാർക്ക് അതായത് 40% അതിൽ കൂടുതലോ ആ ഭിന്നശേഷിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ ഇളവും, വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് 45 വയസ്സ് വരെ നമുക്ക് വിധവകൾക്കും 50 വയസ്സ് വരെ ഭിന്നശേഷിക്കാർക്കും പരീക്ഷ എഴുതാവുന്നതാണ് അല്ലേ. അതുപോലെ എത്ര ബാങ്കിലേക്ക് അപേക്ഷിക്കാം, ഓരോ ബാങ്കിൽ എത്ര ഫീസ് വെക്കണം, ഇതിനെക്കുറിച്ച് കൃത്യമായി നിങ്ങൾക്ക് അറിയാം. ആദ്യത്തെ ബാങ്കിൽ 150 രൂപ, ബാക്കിയുള്ള ഓരോ ബാങ്കിനും 50 രൂപ അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് എല്ലാം വിശദമായിട്ട് പ്രതിപാദിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം തന്നെ ചെയ്യുക. അതുപോലെ കൂടുതൽ വിശദാംശങ്ങൾ
വിവരങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സന്ദർശിക്കാം. അതുപോലെ നമ്മുടെ വെബിനാർ സെഷനിൽ പങ്കെടുക്കാം കേട്ടോ. അതായത് നമ്മുടെ CSEB വഴി പരീക്ഷ എഴുതി നിലവിൽ ജോലി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 3-ൽ 2 പേരും സഹകാരിയുടെ ചുണക്കട്ടികളാതെ എങ്ങനെ, അത് കൃത്യമായൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലെങ്തിയായ സെഷനാണ്. ആ ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സഹകാരിയുടെ സൗജന്യ ഗൂഗിൾ മീറ്റ് സെഷനിൽ പങ്കെടുക്കൂ. സൗജന്യ ഗൂഗിൾ മീറ്റ് പങ്കെടുക്കാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് മെസ്സേജ് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ പേരും സ്ഥലവും അതിനോടൊപ്പം CSEB എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്തുകൊണ്ട് മെസ്സേജ് ചെയ്താൽ മതി. നമുക്ക് സൗജന്യ വെബിനാറിലൂടെ നേരിട്ട് കാണാം.